മുസ്ലിം ലീഗ് നാരങ്ങ വെള്ളം കലക്കി കാത്തിരിക്കുകയാണ് സാർ. ബിജെപിക്കാർക്കൊന്ന് വെള്ളം കലക്കി കൊടുക്കാൻ ഒരു നാണവുമില്ലാതെ, ക്ഷമിക്കണം സാർ, ഞാൻ ആ വാക്ക് പിൻവലിച്ചു, ലജ്ജയുമില്ലാതെ, ഒരു ലജ്ജയുമില്ലാതെ ബിജെപിക്ക് നാരങ്ങ വെള്ളം കലക്കി കൊടുത്തവരാണ് സാർ ലീഗുകാർ. സാർ, ഈ ഇരിക്കുന്നവരിൽ എത്ര പേർ നാളെ കോൺഗ്രസിലുണ്ടാവും, UDF-ലുണ്ടാവും എന്നതിന് വല്ല ഗ്യാരണ്ടിയുമുണ്ടോ സാർ? സാർ, ഗവൺമെന്റിന്റെ ഭാഗം വളരെ വ്യക്തമാണ്. തന്ത്രിയാണോ ഇതിനകത്ത് അകത്ത് കിടക്കുന്ന ആരാണോ അവര് പ്രതിയാണെന്നോ പ്രതിയല്ലെന്നോ ഗവൺമെന്റിന് അത് സംബന്ധിച്ച് യാതൊരു അഭിപ്രായവും ഇല്ല. ഇവരുടെ പ്രശ്നം ശബരിമലയിലെ സ്വർണം കട്ടവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം എന്നതാണോ, അതോ സ്വർണം കട്ടവരിൽ ഞങ്ങളുടെ ആളുകളെ ഒഴിവാക്കണം എന്നതാണോ? നിങ്ങളും BJP-യും തന്ത്രിയെ മുൻനിർത്തി ഒരുമിച്ച് നിൽക്കുകയാണ്. തൊലിക്കട്ടി അപാരം തന്നെ സാർ. ഇവരെ ആ സീറ്റിൽ നിന്ന് താഴെ ഇറങ്ങിയിരിക്കുന്ന ആളുകളെ ഈ സഭയിൽ നിന്ന് പുറത്തേക്ക് അയക്കുന്നത് അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കാണാം സാർ. ഇതിനകത്ത് ഇരിക്കാൻ അവർ യോഗ്യരല്ല സാർ. ബാലഗോപാലാണ് ഇവിടെ നിൽക്കുന്നത്, ഇങ്ങോട്ട് നോക്കിയാൽ കാണാം. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഒരു പ്രസംഗം കിട്ടാൻ ഒരു അവസരം കിട്ടിയത് നന്നായി. അദ്ദേഹത്തിനൊന്ന് പ്രസംഗിക്കാൻ ഒരു അവസരം കിട്ടിയതായിട്ട് കണക്കാക്കിയാൽ മതി. പക്ഷെ അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ യഥാർത്ഥത്തിൽ സാർ ഹൈക്കോടതിക്കെതിരായിട്ടുള്ള പരാമർശങ്ങളാണ്. കാരണം ഈ കേസിന്റെ അന്വേഷണത്തിന്റെ പൂർണ്ണമായ മേൽനോട്ടവും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കുറ്റമറ്റ അന്വേഷണമാണെന്നും ശരിയായ ദിശയിലാണെന്നും ഓപ്പൺ കോർട്ടിനകത്തുള്ള ഒബ്സർവേഷന്റെ അല്ല, ഒരു ഓർഡറിനകത്ത് തന്നെ വളരെ വ്യക്തമായി പറഞ്ഞ കാര്യത്തിനകത്ത് ആ അന്വേഷണത്തെയാണ് അദ്ദേഹം ആചാര ലംഘനവും അതുപോലെ ഒരു കുറ്റവും ചെയ്യാത്ത ആള് എന്ന മട്ടിലേക്ക് എത്തിയത്. സാർ, ഗവൺമെന്റിന്റെ ഭാഗം വളരെ വ്യക്തമാണ്. തന്ത്രിയാണോ ഇതിനകത്ത് അകത്ത് കിടക്കുന്ന ആരാണോ അവര് പ്രതിയാണെന്നോ പ്രതിയല്ലെന്നോ ഗവൺമെന്റിന് അത് സംബന്ധിച്ച് യാതൊരു അഭിപ്രായവും ഇല്ല. കാരണം ഈ അന്വേഷണം പൂർണ്ണമായി നടക്കുന്നത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ മേൽനോട്ടത്തിനകത്ത് മാത്രമാണ്. ഞങ്ങളുടെ മുൻപിൽ അന്വേഷണത്തിന്റെ ഒരു റിപ്പോർട്ടും വരുമില്ല. സീല് വെച്ച കവറിനകത്ത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനകത്താണ് വരുന്നത്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ അന്വേഷണം ശരിയായ രൂപത്തിലാണ് എന്ന് പറഞ്ഞിട്ടും ഈ സമരം തുടരുന്നത് രാഷ്ട്രീയമായ ചില ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് സാർ. സാർ, ഞാനൊരു കാര്യം പറയട്ടെ സാർ. 1987 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഫൈസാബാദിൽ വെച്ച് രാമരാജ്യം എന്ന മുദ്രാവാക്യം ആദ്യമായി അവതരിപ്പിക്കുന്നത് കോൺഗ്രസ് ആണ് സാർ. അയോധ്യയിലെ ജവഹർലാൽ നെഹ്റു സരയൂ നദിയിലേക്ക് വലിച്ചെറിഞ്ഞ താക്കോലുകൾ, ആ താക്കോലുകൾ വീണ്ടും അത് തുറക്കാൻ അനുവദിച്ചത് കോൺഗ്രസ് ആണ് സാർ. അതിനുശേഷം അയോധ്യയിൽ ശിലാന്യാസം അനുവദിച്ച കോൺഗ്രസ് ആണ് സാർ. യഥാർത്ഥത്തിൽ BJP-യുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് ക്ഷേത്ര രാഷ്ട്രീയത്തെ ഉപയോഗിക്കാൻ വഴി തുറന്നു വിട്ടത് സാർ കോൺഗ്രസ് ആയിരുന്നു സാർ. ഇപ്പൊ കോൺഗ്രസ് ചെയ്യുന്നത് നവയുഗം എന്നുള്ളത് BJP യുഗത്തിലേക്കുള്ള യാത്രയ്ക്കുള്ള വഴിയൊരുക്കലാണ് സാർ കോൺഗ്രസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഈ രാജ്യത്തെ അപകടത്തിലാക്കും. എന്തുകൊണ്ടാണ് സാർ ഈ കേരള സ്റ്റോറി വരുന്നത്? എന്തുകൊണ്ടാണ് സാർ തെലുങ്കാന സ്റ്റോറി ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് സാർ കർണാടക സ്റ്റോറി ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് സാർ ഹിമാചൽ പ്രദേശ് സ്റ്റോറി ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് സാർ കേരള സ്റ്റോറി 1ഉം 2ഉം വരുന്നത്? കാരണം കർണാടക സ്റ്റോറി ഗുജറാത്ത് സ്റ്റോറി തന്നെയാണ് സാർ. തെലുങ്കാന സ്റ്റോറി UP സ്റ്റോറി തന്നെയാണ് സാർ. കോൺഗ്രസും BJP-യും രണ്ട് പാർട്ടികളുടെ പേരുന്നുണ്ടെങ്കിലും ഒരേ രാഷ്ട്രീയത്തെ, ഒരേ പ്രത്യയശാസ്ത്രത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ആ അപകടം മതനിരപേക്ഷ കേരളത്തിന് അങ്ങേയറ്റം അപകടകരമാണ് എന്ന് തിരിച്ചറിയാൻ തയ്യാറാകണം. അതുകൊണ്ട് അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ ഹൈക്കോടതിക്കെതിരാണ്. അത് രേഖകളും ഇന്ന് നീക്കം ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. പാർലമെന്ററി മിനിസ്റ്റർ സാർ, ശബരിമലയിൽ സ്വർണം കട്ട മുഴുവൻ ആളുകളും നിയമത്തിന്റെ മുമ്പിൽ വരണമെന്നതാണ് സർക്കാരിന്റെ നിലപാട്. ആ നിലപാട് ആവർത്തിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ സഭയിലും സഭയ്ക്ക് പുറത്തും വ്യക്തമാക്കിയിട്ടുള്ളതാണ് എത്രയോ തവണ. എന്താണ് സാർ പ്രതിപക്ഷത്തിന്റെ നിലപാട്? തന്ത്രിയെ ഒഴിവാക്കണം എന്നതാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. സാർ, തന്ത്രിക്ക് ശബരിമലയിലെ സ്വർണ്ണക്കേസ് കൊള്ളക്കേസിലെ പ്രതികളിൽ ഒരാളായ തന്ത്രിക്ക് എന്ത് വിശേഷമാണുള്ളത് സാർ? പ്രതിയാണ് എന്ന മറ്റെല്ലാ പ്രതിയെയും പോലുള്ള അവകാശമേ തന്ത്രിക്കുമുള്ളൂ. തന്ത്രിക്ക് എന്ത് പ്രത്യേക അവകാശമാണുള്ളത് സാർ? തന്ത്രിക്ക് 2 വക്കീലന്മാർ പുറത്തുണ്ട്. സഭയ്ക്ക് പുറത്ത് 2 വക്കീലന്മാരുണ്ട്. BJP-യുമുണ്ട്, UDF-ഉമുണ്ട്. സഭയ്ക്കകത്ത് BJP ഇല്ലാത്തത് കൊണ്ട് ആ BJP-ക്ക് വേണ്ടി കൂടിയുള്ള വക്കാലത്ത്, തന്ത്രിയുടെ വക്കാലത്ത് പ്രതിപക്ഷം ഏറ്റെടുത്തിരിക്കുകയാണ്, UDF ഏറ്റെടുത്തിരിക്കുകയാണ്. സാർ, വീണ്ടും തന്ത്രിയെ മുൻനിർത്തി തെരുവിലിറങ്ങാൻ ഉള്ള ഒരു സുവർണാവസരമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഇന്നലെയാണ് ശ്രീധരൻപിള്ള വെളിപ്പെടുത്തിയത്
തന്റെ ഉപദേശപ്രകാരമാണ് തന്ത്രി പ്രവർത്തിച്ചത് എന്ന് ഇന്നലെ അദ്ദേഹം വെളിപ്പെടുത്തിയപ്പോഴല്ലേ നമുക്ക് എല്ലാവർക്കും അറിയുന്നത്. സാർ, അന്ന് ആ സുവർണാവസരം ഒരുമിച്ച് മുതലെടുത്തവരാണിവർ. സാർ, അന്ന് കൊടി മടക്കി അവരുടെ പിന്നാലെ പോകാൻ ആഹ്വാനം ചെയ്തത് ഇവരുടെ KPCC പ്രസിഡന്റാണ്. സാർ, മുസ്ലിം ലീഗ് നാരങ്ങ വെള്ളം കലക്കി കാത്തിരിക്കുകയാണ് സാർ BJP-ക്കാർക്കൊന്ന് വെള്ളം കലക്കി കൊടുക്കാൻ. ഒരു നാണവുമില്ലാതെ, ക്ഷമിക്കണം സാർ, ഞാൻ ആ വാക്ക് പിൻവലിച്ചു, ലജ്ജയുമില്ലാതെ, ഒരു ലജ്ജയുമില്ലാതെ BJP-ക്ക് നാരങ്ങ വെള്ളം കലക്കി കൊടുത്തവരാണ് സാർ ലീഗുകാർ. അവർ വീണ്ടും നാരങ്ങ വെള്ളം കലക്കി വെച്ച് അവിടെ പുറത്ത് കാത്തിരിക്കുകയാണ്. സാർ, ഇന്ന് വന്ന വാർത്തയുണ്ട്. ഇന്നത്തെ വാർത്ത എന്താണ്? അസമിലെ PCC പ്രസിഡന്റ് ഭൂപൻ ബോറ BJP-യിൽ പോയി എന്നാണ് വാർത്ത. അസമിലെ BJP പ്രസിഡന്റ് ഭൂപൻ ബോറ BJP-യിൽ പോയിരിക്കുന്നു. സാർ, ഈ ഇരിക്കുന്നവരിൽ എത്ര പേർ നാളെ കോൺഗ്രസിലുണ്ടാവും, UDF-ലുണ്ടാവും എന്നതിന് വല്ല ഗ്യാരണ്ടിയുമുണ്ടോ സാർ? വല്ല ഗ്യാരണ്ടിയുമുണ്ടോ? ഓരോ ദിവസവും PCC പ്രസിഡന്റ് മുതലുള്ള ആളുകൾ BJP-യിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇവർ നാരങ്ങ വെള്ളവും കലക്കി കാത്തിരിക്കുന്നത്. സാർ, ഇത് രാഷ്ട്രീയ ഉപജാപമാണ്. ഈ രാഷ്ട്രീയ ഉപജാപം കേരളം ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ പ്രശ്നം ശബരിമലയിലെ സ്വർണം കട്ടവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം എന്നതാണോ, അതോ സ്വർണം കട്ടവരിൽ ഞങ്ങളുടെ ആളുകളെ ഒഴിവാക്കണം എന്നതാണോ? വാജിവാഹനം ഉൾപ്പെടെയുള്ളവരിൽ നടന്ന ക്രമക്കേട്, ആ ക്രമക്കേടിലും കൊള്ളയിലും UDF-ന്റെ ഭരണസമിതിക്ക് പങ്കുണ്ട് എന്ന കാര്യം ഞാൻ നേരത്തെ ഈ സഭയിൽ പറഞ്ഞു. ഇഹലോകത്തും പരലോകത്തുമുള്ള ആളുകൾക്ക് പങ്കുണ്ട് എന്ന കാര്യം ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസുകാരായ UDF-കാരായിട്ടുള്ള ആളുകൾക്ക്. അതാണ് ഇപ്പൊ നിങ്ങൾ തന്ത്രിക്ക് വേണ്ടി രംഗത്ത് വരാൻ കാരണം. നിങ്ങളും BJP-യും തന്ത്രിയെ മുൻനിർത്തി ഒരുമിച്ച് നിൽക്കുകയാണ്. നിങ്ങൾക്ക് ഇതൊക്കെ ആവാമെങ്കിൽ ഞങ്ങൾ സഭയുടെ അവകാശം ഞങ്ങൾ സഭയുടെ അവകാശം സാർ, അതുകൊണ്ട് ജനങ്ങൾ ഇത് മനസ്സിലാക്കുമെന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ കേരളം അറിയാൻ വേണ്ടി പറയാണ് സാർ, ഇന്ന് പ്രധാനപ്പെട്ട 5 ബില്ലുകൾ ഈ സഭയുടെ മുമ്പാകെ അവതരിപ്പിക്കുകയാണ്. സാർ, ഓടിയിടുന്നത് കറക്റ്റാണ്. കാരണം പൗരത്വ ഭേദഗതി ബില്ലിനെതിരായി ഈ കേരളം എടുക്കുന്ന നിലപാടിന്റെ ഭാഗമായി സാർ ആക്ടിവിറ്റി കാർഡിന്റെ ബില്ല് അവതരിപ്പിക്കുന്ന ദിവസം ഈ തർക്കം ഉണ്ടാക്കുന്നത് BJP-യെ സഹായിക്കാനാണ് സാർ. ഇത് ശരിയല്ലാത്ത കാര്യമാണ് സാർ. ആക്ടിവിറ്റി കാർഡ് ബില്ല് അവതരിപ്പിക്കുന്ന, കേരളീയ അഭിമാനം കൊള്ളുന്ന ബില്ല് അവതരിപ്പിക്കുന്ന ദിവസം എന്തിനാണ് സാർ ഈ തർക്കം? BJP-യെ സഹായിക്കണം സാർ. ചോദ്യം നമ്പർ 181 ശ്രീ അനൂപ് ജേക്കബ്, നോട്ട് ഇൻ ദ സീറ്റ്. ചോദ്യം നമ്പർ 182 ശ്രീ റോജി M. ജോൺ, നോട്ട് ഇൻ ദ സീറ്റ്. ചോദ്യം നമ്പർ 183 ശ്രീ അൻവർ സാദത്ത്, നോട്ട് ഇൻ ദ സീറ്റ്. ചോദ്യം നമ്പർ 184 ശ്രീ KU ജനീഷ് കുമാർ, ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി. യെസ് മിനിസ്റ്റർ, പ്ലീസ് മിനിസ്റ്റർ, പ്ലീസ് അവരവിടെ ഇരുന്നോട്ടെ. പ്ലീസ് ട്രഷറി ബെഞ്ചിൽ അംഗങ്ങളോട് ഇരിക്ക്. ക്വസ്റ്റ്യൻ അവിടെ നടക്കട്ടെ. പ്ലീസ്. കേന്ദ്ര ഊർജ്ജ മന്ത്രാലയത്തിന് കീഴിലുള്ള ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി സംസ്ഥാനങ്ങളിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഊർജ്ജ കാര്യക്ഷമത വിലയിരുത്തി പ്രസിദ്ധീകരിക്കുന്ന ദേശീയ ഊർജ്ജ കാര്യക്ഷമത ഗ്രൂപ്പ് 3 വിഭാഗത്തിൽ കേരളത്തിന് 1ാം റാങ്ക് ലഭിച്ചു. 23-24 കാലയളവിൽ ദേശീയ ഊർജ്ജ കാര്യക്ഷമത സൂചികയിൽ ഗ്രൂപ്പ് 2 വിഭാഗത്തിൽ കേരളത്തിന് പുരസ്കാരം ലഭിച്ചു. 2018-2022 എന്നീ വർഷങ്ങളിലും കേരള ദേശീയ ഊർജ്ജ കാര്യക്ഷമത സൂചികയിൽ മുന്നിലെത്തിയിരുന്നു. സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഊർജ്ജ മേഖലയിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി നീതി ആയോഗിന്റെ 22 ഏപ്രിൽ പ്രസിദ്ധീകരിച്ച സ്റ്റേറ്റ് എനർജി ആൻഡ് ക്ലൈമറ്റ് ഇൻഡെക്സ് റൗണ്ട് 1 പ്രകാരം വലിയ സംസ്ഥാനങ്ങൾ വിഭാഗത്തിൽ സംസ്ഥാനത്തെ ഊർജ്ജ രംഗത്തെ പുത്തൻ പ്രവർത്തനം സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനും ഊർജ്ജ കാര്യക്ഷമത സംബന്ധിച്ച് പൊതുജനങ്ങൾ അവബോധം സൃഷ്ടിക്കുന്നതിനുമായി എനർജി മാനേജ്മെന്റ് സെന്റർ 28ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി 24 ഫെബ്രുവരി 7 മുതൽ 9 വരെ തിരുവനന്തപുരം വഴുതക്കാട് ടാഗോർ ഹാളിൽ വെച്ച് ആദ്യത്തെ അന്താരാഷ്ട്ര ഊർജ്ജമേള സംഘടിപ്പിച്ചു. ISRO, തുടങ്ങിയ
സ്ഥാപനങ്ങളിലെ വിദഗ്ധന്മാരുടെ പങ്കാളിത്തവും സംസ്ഥാന ഊർജ്ജ സംരക്ഷണ പുരസ്കാരവും വിതരണമായി. ഇതിന്റെ തുടർച്ചയായി 2025 തൈക്കാട് പോലീസ് ഗ്രൗണ്ടിൽ കാർബൺ രഹിത കേരളം എന്ന പ്രമേയത്തെ നടന്ന 2ാം പതിപ്പ് പുനരുപയോഗ ഊർജ്ജം, സ്മാർട്ട് ഗ്രിഡ്, സാങ്കേതിക വിദ്യകൾ എന്നിവയിൽ ഊന്നിയുള്ള ചർച്ചകൾക്ക് വേദിയായി. മേളയുടെ 3ാം പതിപ്പ് 2026 ഫെബ്രുവരി 7 മുതൽ 9 വരെ പനങ്ങാട് എയർഫോഴ്സ് ക്യാമ്പിലെ പ്രൊഫസർ VK ദാമോദരൻ നായർ കേരളത്തിന്റെ ഊർജ്ജഭാവിയെ ശാക്തീകരിക്കുക എന്ന പ്രമേയത്തിൽ സംഘടിപ്പിച്ചു. മേളയിൽ നൂതന സാങ്കേതിക വിദ്യകളുടെയും ഊർജ്ജ സുരക്ഷയും കാലാവസ്ഥാ സംരക്ഷണവും ഉറപ്പാക്കുന്നതിനും ദേശീയ സംവാദങ്ങൾ നടന്നു. സാധാരണക്കാർക്ക് നവീന സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടാനും ഊർജ്ജബോധവൽക്കരണം നേടാനും സാധിച്ചു. ഈ 3 പതിപ്പുകളും കേരളത്തിന്റെ ഊർജ്ജ പരിവർത്തനത്തിന് മികച്ച മാതൃകയാണ്. കേരളത്തെ ഊർജ്ജകാര്യ സ്വയം പര്യാപ്തതയിലേക്കും സുസ്ഥിരമായ ഹരിതഭാവിയിലേക്കും നയിക്കുക എന്ന ലക്ഷ്യത്തോടെ ശ്രീ KO ജനീഷ് കുമാർ. സാർ, ശബരിമലയിലെ സ്വർണം കട്ടവരെയും അത് വാങ്ങിയവരെയും അത് വാങ്ങാൻ ഇടനില നിന്ന UDF കൺവീനർ ഉൾപ്പെടെയുള്ള കോൺഗ്രസുകാരെ സംരക്ഷിക്കാനുള്ള വലിയ വ്യഗ്രതയാണ് സാർ ഈ സഭയ്ക്കുള്ളിലെ പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാർ ഇവരുടെ ഈ തൊലിക്കട്ടി അപാരം തന്നെ സാർ. കാണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയാണ് സാർ ഇവർക്കുള്ളത്. സാർ, എന്റെ ചോദ്യം സാർ, ഇന്ന് നമ്മുടെ നാട്ടിൽ പവർ കട്ടില്ല സാർ. ഇന്ന് നമ്മുടെ നാട്ടിൽ ലോഡ് ഷെഡിംഗ് ഇല്ല സാർ. സാർ, 10 വർഷം മുമ്പ് ഒരു ഇരുണ്ട കാലം കേരളത്തിൽ ഉണ്ടായിരുന്നു സാർ. ആ പവർ കട്ടുള്ള ലോഡ് ഷെഡിംഗ് ഉള്ള ഒരു ഇരുണ്ട കാലം, ആ ഇരുണ്ട കാലത്തെ മാറ്റിയെടുത്ത ഊർജ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച ഈ ഗവൺമെന്റിനെ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു സാർ. സാർ, പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഒഴിവാക്കുന്നതിന് വേണ്ടി വൈദ്യുതി മേഖലയിൽ സ്വീകരിച്ച നടപടികൾ വിശദമാക്കാമോ എന്നതാണ് സാർ എന്റെ ചോദ്യം. മിനിസ്റ്റർ, എന്താ സാർ ഒന്നും കേട്ടില്ല. പവർ കട്ടും ലോഡ് ഷെഡിംഗ് ഒഴിവാക്കാൻ എന്തൊക്കെ നടപടി സ്വീകരിച്ചു? ശ്രീ മുരളി പെരുന്നള്ളി, ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി. സർ, ഈ ചോദ്യവേളയിൽ എനിക്ക് ഇന്ന് മറുപടി പറയേണ്ട 3 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ അംഗങ്ങൾ ചോദിച്ചതാണ്, അത് അവർ ചോദിക്കാനായിട്ട് തയ്യാറായില്ല. സാർ, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിക്കേണ്ട ഈ വേദിയിൽ അവർ ചോദിക്കുന്നില്ല എന്ന് മാത്രമല്ല സാർ, ഇപ്പോ ജനങ്ങളെല്ലാം കാണുന്നുണ്ട് സാർ. ഞങ്ങള് പാർലമെന്ററി ജനാധിപത്യം അനുസരിച്ച് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. പ്രതിഷേധമൊക്കെ ഉണ്ടാവും, പക്ഷേ ഇന്നത്തെ ചോദ്യത്തിനും അവിടുന്ന് താഴോട്ടിറങ്ങിയിരിക്കുന്ന എന്താണെന്ന് മനസ്സിലായില്ല സാർ. ജനങ്ങൾ ഇവരെ ആ സീറ്റിൽ നിന്ന് താഴെ ഇറങ്ങിയിരിക്കുന്ന ആളുകളെ ഈ സഭയിൽ നിന്ന് പുറത്തേക്ക് അയക്കുന്നത് അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കാണാം സാർ. ഇതിനകത്ത് ഇരിക്കാൻ അവർ യോഗ്യരല്ല സാർ. കാരണം ബഡ്ജറ്റ് പോലൊരു സമയത്ത് ഏറ്റവും സീരിയസ് ആയ ബഡ്ജറ്റിന്റെ ചർച്ചയിൽ പങ്കെടുക്കാൻ അവർ തയ്യാറായില്ല. പുറത്തിറങ്ങിയിട്ടാണ് സാർ ഈ കാര്യങ്ങൾ പറയുന്നത്. സഭയ്ക്കകത്ത് എല്ലാ രേഖകളും വെച്ച് ചർച്ച ചെയ്താൽ പ്രതിപക്ഷം പറയുന്നതിന് ഒരു ന്യായീകരണമില്ല എന്നുള്ള മറുപടി കിട്ടുമെന്നുള്ളത് കൊണ്ടാണ് സാർ അവര് പുറത്തിറങ്ങി പറയുന്നത്. കാരണം ഒരു കാര്യവും കൃത്യമായി ഡാറ്റ സഹിതം പറയുവാൻ പ്രതിപക്ഷ നേതാവ് മുതൽ ഈ പ്രതിപക്ഷത്തെ ഒരു അംഗവും തയ്യാറല്ല. അതുകൊണ്ട് ഇങ്ങനെ ബഹളം ഉണ്ടാക്കുകയാണ് സാർ. ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളിൽ സാർ എന്തുകൊണ്ടാണ് സാർ ഇപ്പോ ഈ കോടതി കേസിനകത്ത് ഇങ്ങനെ ഇടപെടുന്നത്? കോടതി പറഞ്ഞ SIT എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരെ എടുക്കുന്നു, ആ കോടതി തന്നെ ഡയറക്ട് ചെയ്യുന്നു, കോടതി കേൾക്കുന്ന അല്ലെങ്കിൽ കോടതിയുടെ നിരീക്ഷണത്തിന് വിധേയമായി മാത്രം അന്വേഷണം നടക്കുമ്പോ ഇവര് അതിനെ കുറ്റപ്പെടുത്തുന്ന എന്താ സാർ? സാർ, ഇപ്പൊ തന്ത്രിയോ മറ്റാരെങ്കിലും ആയിക്കോട്ടെ, കേസ് അന്വേഷണം നടക്കല്ലേ സാർ. എന്താ പ്രശ്നം? ശ്രീധരൻപിള്ളയും ശ്രീ തന്ത്രിയും ഇവരുമെല്ലാം സംസാരിക്കുന്ന കാര്യം സാർ, അന്വേഷണം ഒരിടത്ത് അറസ്റ്റ് ചെയ്യണം സാർ. ഈ അന്വേഷണം ഇനി ഫർദറായി പോയി കഴിഞ്ഞാൽ നമ്പർ 10 ജൻപതിലേക്ക് പോകുമോ എന്നുള്ള സംശയം കൊണ്ടാണ് ഇവര് BJP ആയിട്ട് കൂടിച്ചേർന്നേക്കുന്നത്. ശ്രീധരൻപിള്ളയുടെ അഭിപ്രായം കേട്ടു എന്നാണ് സാർ. അങ്ങേയറ്റം തെറ്റ് കാണിക്കുകയും അതിനു വേണ്ടിയിട്ട് ഇപ്പൊ കോൺഗ്രസിനകത്ത് തന്നെ പ്രശ്നമുണ്ടെന്ന് എനിക്കറിയാം. ഇവിടെ വിവാദം ഉണ്ടാക്കി ശ്രീമതി സോണിയാഗാന്ധിയെ പോലെയുള്ള ആളുകളുടെ പേര് പോലും വലിച്ചഴക്കുന്ന തരത്തിൽ കാര്യങ്ങൾ ചെയ്തു. അതുകൊണ്ട് ഇവരെ സംബന്ധിച്ച് സ്വർണ്ണക്കൊള്ളയുടെ പ്രശ്നം പറഞ്ഞ് അന്വേഷണം നടത്താനല്ല, അവരിവിടെ നേരത്തെ പറഞ്ഞതുപോലെ പാർലമെന്ററി കാര്യമന്ത്രി പറഞ്ഞ പോലെ രണ്ടാളുകളാണ് പുറത്ത് ഇവർക്ക് വേണ്ടി വാദിക്കുന്നത് സാർ. BJPയും കോൺഗ്രസും ഒരുമിച്ച് ചേർന്ന് വാദിക്കുന്നു സാർ. ഇതിനകത്തിരിക്കുന്ന എത്രയാൾ ഈ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് കോൺഗ്രസിനകത്ത് ഉണ്ടാവുന്ന ഒരു ഉറപ്പുമില്ല സാർ. ഇതിനകത്തിരിക്കുന്ന എത്രയാൾ തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് കോൺഗ്രസിനകത്ത് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എത്ര പേരുണ്ടാവുന്ന ഉറപ്പില്ല സാർ. കാരണം
ആസാമിലെ PCC പ്രസിഡന്റ് ആസാമിലെ PCC പ്രസിഡന്റ് അല്ല നോക്കാൻ ആസാമിലെ PCC പ്രസിഡന്റ് ചെറിയ ആളല്ലല്ലോ. ഓരോ സംസ്ഥാനത്തെയും പല മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും മറ്റുള്ളവരൊന്നും ചെറിയ ആളുകളല്ലല്ലോ സാർ. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരിനി എത്രയായാലും അതുകൊണ്ട് BJP ആയിട്ടൊരു ചെറിയ സോഫ്റ്റ് പാലം ഉണ്ടാക്കുന്നത് നല്ലതാണ്. BJP ആയിട്ടൊരു സോഫ്റ്റ് പാലം ഉണ്ടാക്കുന്നത് നല്ലതാണ്. BJP പറയുന്ന ആർഗ്യുമെന്റ് സഭയ്ക്കകത്ത് വന്ന് പറയുന്നത് വെറുതെ അല്ല, ഈ കാര്യങ്ങൾ കൂടി ചെയ്യാനാണ് സാർ. അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ആസാമിലെയും ആന്ധ്രയിലെയും തെലങ്കാനയിലെയും കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. ആ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങോട്ട് പോകുന്ന കാര്യമുണ്ട്. അതുകൊണ്ട് സാർ ഇത്രയും നിലവാരമില്ലാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. അതുകൊണ്ട് ഇവരുടെ ഉദ്ദേശം ഈ ശൂരന്മാരായ ആളുകൾ കോൺഗ്രസിൽ നിന്ന് എവിടെ നിൽക്കുന്ന അറിയില്ല സാർ. അതുകൊണ്ടാണ് ഇവര് ചോദ്യം കേരളത്തിലെ ഗവൺമെന്റിന്റെ ഈ കാര്യങ്ങളെ കുറിച്ച് ചോദ്യത്തിനെടുക്കുന്ന നിലപാടാണ് അത് സാർ. സാർ ഇവിടെ സാർ തൊട്ടു മുന്നിൽ നിൽക്കുന്ന ആളെ പോലും കാണാത്ത ഉരുളന്മാരെ പോലെ പെരുമാറുന്ന കാര്യമാണ്. എവിടെ പോയി പാലോവാൻ ഇവിടെ നിൽക്കുന്നുണ്ട്. കണ്ണാടി ഒന്ന് ശരിക്കും ഇങ്ങോട്ട് നോക്ക്. പാലോവാൻ ഇതുപോലെ കാണുന്നുണ്ട് സാർ. ഇതുപോലെ കാണാത്തവരാണ് നീതി നടപ്പിലാക്കാൻ നിൽക്കുന്നത്. ബാലഗോപാലാണ് ഇവിടെ നിൽക്കുന്നത്. ഇങ്ങോട്ട് നോക്കിയാൽ കാണാം. ബഹുമാനപ്പെട്ട മെമ്പർ തിരിച്ചു കണ്ണാടി ഒന്ന് എടുത്തു വെച്ചിട്ട് നോക്ക്, ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് എവിടെ പോയി കൂടുള്ളവരെന്ന് അന്വേഷിച്ചാൽ മതി. ചിലരൊക്കെ BJP ഞങ്ങളുടെ എന്റെ ഓരോ സ്ഥലത്തുണ്ട്. അതുകൊണ്ട് വേറെ കാര്യങ്ങൾ പറയണ്ട. അതുകൊണ്ട് ഇവിടെയുള്ള സാർ ഇവിടെ നിൽക്കുന്ന എന്നെ പോലും കാണാത്ത ആളുകളാണ്. എന്നെ പോലും കാണാൻ കഴിയാത്ത ആളുകൾ ഇവരെന്താ കാണുന്നത്? അപ്പൊ ഇവരെ ഇതെല്ലാം തമസ്കരിക്കാൻ ശ്രമിക്കുകയാണ്. ഒന്ന് ശരിക്കും നോക്കിക്കോളൂ. ഇവിടെ നിപ്പുണ്ട് സാർ. മനസ്സിലായല്ലോ സാർ. ഇത്രയാണ് സാർ അടിസ്ഥാനം. എന്താണ് പറയുന്നത്, എന്താണ് ചെയ്യുന്നത്, എന്താണ് അടിസ്ഥാനം, എന്താണ് അർത്ഥം എന്നൊക്കെ അറിയാതെ അതിനെ കൂടെ നിങ്ങളെപ്പോലുള്ള ആളുകളുടെ മുദ്രമിക്കുന്നുള്ളൂ. എത്ര കഷ്ടമാണ് സാർ. ഇവരെപ്പോലുള്ള ആളുകൾ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. എത്ര കഷ്ടമാണ് സാർ. ഈ ചോദ്യത്തിന്റെ കാര്യത്തിനകത്ത് വിശദമായ മറുപടി ഉണ്ട് സാർ. ആ മറുപടി അവർക്ക് ആവശ്യമില്ല, പക്ഷെ കേരളത്തിന് ആവശ്യമുണ്ട് സാർ. കേരളത്തിന്റെ കയറ്റുമതി ഈ വർഷം 89% വർദ്ധിച്ചെന്നുള്ള ആൻസർ ഞാൻ ആദ്യം പറഞ്ഞു. 89% കേരളത്തിന്റെ കയറ്റുമതി ഈ വർഷം വർദ്ധിച്ചത്. അതൊന്നും അവർ ചോദിക്കാൻ തയ്യാറുണ്ട് സാർ. ഇവിടെ നികുതി പിരിവ് കാര്യക്ഷമമാക്കുന്നതിനെ പറ്റിയുള്ള ചോദ്യമാണ്. അതിനകത്ത് വളരെയേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ എല്ലാ വിശദാംശങ്ങളും പറയുന്നില്ല സാർ. കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി GST വകുപ്പിനെ പുനഃസംഘടിപ്പിച്ചു. ടാക്സ് പെയർ സർവീസ്, ഓഡിറ്റ്, ഇന്റലിജൻസ് ആൻഡ് എൻഫോഴ്സ്മെന്റ് എന്നീ 3 വെട്ടിക്കലുകളായി തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഓരോ വിഭാഗങ്ങളും നികുതി പിരിവ് ഊർജിതമാക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു. ടാക്സ് പെയർ സർവീസസ് വെർട്ടിക്കലുകൾ നികുതിദായ റിട്ടേണുകൾ യഥാസമയം ഫയൽ ചെയ്യുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുകയും പ്രസ്തുത റിട്ടേണുകൾ പരിശോധിച്ച് നികുതി അടയ്ക്കുകയും ചെയ്തു. സാർ വളരെ വലിയ ആൻസർ ആണ്. ഓരോ വിഭാഗത്തെ സംബന്ധിച്ച് ഞാനത് ടേബിൾ ചെയ്യുകയാണ് സാർ. നമ്മൾ ഈ IT റിവേഴ്സൽ ഉൾപ്പെടെ GST റിവേഴ്സൽ ഉൾപ്പെടെ ആയിരക്കണക്കിന് കോടി രൂപ ഓരോ വർഷവും പ്രത്യേകമായി മറ്റ് സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായി നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. പിരിവ് തട്ടിപ്പുണ്ടാവുന്ന സ്ഥലങ്ങളിൽ കൃത്യമായ അന്വേഷണം നടത്തിയിട്ടുണ്ട്. വിവിധ കേസുകൾ എടുത്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായി വരുമാനം വരുത്തിയിട്ടുള്ള ഓരോ വകുപ്പുകളുണ്ട് സാർ. അത് ടേബിൾ ചെയ്യണം സാർ.